ഇസ്രയേൽ ഹമാസ് യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. ദമാസ്കസിലെ ഇറാനിയൻ എംബസിയിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് സംഘർഷത്തിന്റെ മട്ടും ഭാവവും മാറിയത്. ആക്രമണത്തിൽ ദമാസ്കസിലെ ഒരു ഇറാനിയൻ നയതന്ത്ര കെട്ടിടം ഇടിച്ചു നിരത്തുകയും 2 ജനറൽമാർ ഉൾപ്പെടെ 7 മുതിർന്ന ഗാർഡുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. സംഘർഷം മിഡിൽ ഈസ്റ്റിലേക്കും വ്യാപിക്കാൻ പെട്ടെന്നുള്ള കാരണം ഇതാണ്. ദമാസ്കസ് ആക്രമണത്തിന് പിന്നാലെ ഇതിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചത്. എന്തു വന്നാലും ഇസ്രയേലിന് തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ നേതാക്കൾ വ്യക്തമാക്കിയത്. 48 മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഹോർമൂസ് കടലിടുക്കിനടുത്ത് വെച്ച് ഇസ്രയേൽ കപ്പലിനെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്തത്. വേണ്ടി വന്നാൽ ഹോർമൂസ് കടലിടുക്ക് പാത അടയ്ക്കുമെന്നും ഇറാൻ സൈന്യത്തിന്റെ നാവികസേനാ മേധാവി അലി റാസ തങ്സിരി ഭീഷണി മുഴക്കി. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ സൈന്യത്തിന് ഉപരോധിക്കാൻ സാധിക്കുന്ന പ്രദേശമാണ്. ഈ കടലിടുക്കിന്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് ഐക്യ അറബ് എമിറേറ്റും ഒമാന്റെ ഭാഗമായ മുസന്തവുമാണ്. ലോകത്തെ സമുദ്രചരക്ക് പാതയിൽ പ്രധാനപ്പെട്ടതാണ് ഹോർമൂസ് കടലിടുക്ക്. ഈ പാത തടഞ്ഞാൽ ലോകത്തെ ചരക്ക് ഗതാഗതത്തിന്റെ വലിയൊരു തോത് നിലയ്ക്കുകയും ചെയ്യും. നേരത്തെ ചെങ്കടൽ പാത യമനിലെ ഹൂതികൾ ഉപരോധിച്ചിരുന്നു. ഇസ്രയേലിലേക്ക് പോകുന്നതും വരുന്നതുമായ കപ്പലുകൾ ഇവർ ആക്രമിച്ചതോടെ ഇസ്രയേൽ പ്രതിസന്ധി നേരിട്ടിരുന്നു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ സഞ്ചാരം തടസ്സപ്പെടുത്തിയാൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധി നേരിടും. ഏഷ്യയിലേക്കുള്ള ചരക്കു കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ചെക്ക് പോയിന്റായാണ് ഈ കടലിടുക്കിനെ കണക്കാക്കുന്നത്. US എനർജി ഇൻഫർമേഷൻ പ്രകാരം 2022 പ്രതിദിനം ശരാശരി 21 മില്യൺ ബാരൽ എണ്ണയാണ് കടലിടുക്കിലൂടെ കൊണ്ടുപോകുന്നത്. ആഗോള പെട്രോളിയം വ്യാപാരത്തിന്റെ 21%. ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ എണ്ണ എത്തിക്കാനുള്ള പൈപ്പുകൾ സൗദി അറേബ്യയ്ക്കും UAEക്കും മാത്രമാണുള്ളത്. അതിനാൽ ഹോർമൂസ് കടലിടുക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ നിർണായകമാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ വീതി 54 കിലോമീറ്റർ ആണ്. പേർഷ്യൻ ഗൾഫിലുള്ള പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങൾക്ക് സമുദ്രത്തിലേക്ക് വഴി തുറക്കുന്ന ഏക കടൽ മാർഗമാണിത്. ലോകത്തിലെ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ 1/3 ഭാഗവും മൊത്തം ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏതാണ്ട് 25% ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലയായാണ് കടലിടുക്കിനെ കണക്കാക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ കണക്ക് പ്രകാരം ശരാശരി 15 ടാങ്കറുകൾ, അതായത് 16.5 മുതൽ 17 വരെ മില്യൺ ബാരൽ അസംസ്കൃത എണ്ണയുമായി ഓരോ ദിവസം ഈ പാതയിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടലിടുക്കായി ഹോർമൂസിനെ കണക്കാക്കുന്നതിന് പിന്നിലെ കാരണം ഇതാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന US നാവികസേന ഉൾപ്പെടെ ഇറാനിയൻ നാവികസേനയുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്കിന് മേൽ ഇറാന് ചെലുത്താൻ കഴിയുന്ന സ്വാധീനം വളരെ പ്രധാനമാണ്. സംഘർഷമുനമ്പായി ഹോർമൂസ് കടലിടുക്ക് മാറിയാൽ അത് ലോകത്തിലെ എണ്ണ വ്യാപാരത്തെയും അതുവഴി ലോക സമ്പദ്ഘടനയെയും ഏതു നിലയിൽ ബാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.